മൂന്നിലൊന്നിനും രണ്ടിലൊന്നിനും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇതുപോലെ ഇടയിലുള്ള ഭിന്നസംഖ്യ ചോദിച്ചാൽ ആദ്യം ഇങ്ങനെ നോക്കാം. ന്യൂമറേറ്റർ അതായത് അംശം ആഡ് ചെയ്യുക, അതുപോലെ ഛേദം ആഡ് ചെയ്യുക. ഇവിടെ മൂന്നിലൊന്നും രണ്ടിലൊന്നും. അപ്പോൾ 1 + 1 2, 3 + 2 5, അതായത് 2/5. പക്ഷെ ഓപ്ഷനിൽ ഇത് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഛേദം ഒരുപോലെയാക്കാം. 3, 2 ഇവിടെ LCM എത്ര? 6. അപ്പോൾ 1/3 എത്രയാകും? 2/6. 1/2 3/6. ന്യൂമറേറ്റർ 2, 3. ഇവയ്ക്കിടയിൽ ഒരു പൂർണ്ണസംഖ്യ ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അതിനെ ഡബിൾ ചെയ്യാം. 2/6 = 4/12. 3/6 = 6/12. ഇനി നോക്കൂ, 4നും 6നും ഇടയിലുള്ള സംഖ്യ ഏതാണ്? 5. അപ്പോൾ 5/12. 4/12നും 6/12നും ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് 5/12. അപ്പോൾ ആൻസർ 5/12. ഇനി ഈ കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. A/B, C/D ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഭിന്നസംഖ്യയാണ് A+C/B+D. അതായത് അംശം ആഡ് ചെയ്ത് എഴുതുക, ഛേദം ആഡ് ചെയ്ത് എഴുതുക. ഒരു കാര്യം കൂടി, 1/3, 1/2 ഇവയുടെ ഛേദം ഒരുപോലെയാക്കാൻ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യുക. 1/3യെ 1/2ൻ്റെ 2 കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അതുപോലെ തിരിച്ച് 1/2നെ 3 കൊണ്ടും. അപ്പോൾ 2/6, 3/6 എന്ന് കിട്ടും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അടുത്ത ചോദ്യം നോക്കൂ. 7/8ന് തുല്യമല്ലാത്തത് ഏത്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇതറിയാമല്ലോ. ഒരു ഭിന്നസംഖ്യയുടെ മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ വിലയ്ക്ക് വ്യത്യാസം വരില്ല. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, 14/16. 7/8നെ 2 കൊണ്ട് ഗുണിച്ചല്ലേ ഇത്? 7 × 2 14, 8 × 2 16. അപ്പോൾ 14/16. ഇതുപോലെ 35/40 നോക്കൂ. 7 × 5 35, 8 × 5 40. അത് 35/40. അടുത്ത് നോക്കൂ, 21/32. 7/8നെ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 7 × 3 21, 8 × 3 24. അപ്പോൾ എന്താണ് കിട്ടേണ്ടത്? 21/24. പക്ഷെ ഇവിടെ ഏതാണ്? 21/32. അപ്പോൾ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചതാണോ? അല്ലല്ലോ. 8 × 4 ആണ് 32. അപ്പോൾ ആൻസർ 21/32 ആണ്. അടുത്ത വേണമെങ്കിൽ നോക്കിക്കോളൂ. 70/80 എന്ന് പറയുന്നത് 7/8നെ 10 കൊണ്ട് ഗുണിച്ചതാണ്. അടുത്ത ചോദ്യം, ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? നമുക്ക് ഈ രണ്ടെണ്ണം വീതം കമ്പയർ ചെയ്യാം അല്ലേ? 2/5, 3/4. ഇവയിൽ ഏതാണ് വലുത്? എങ്ങനെ നോക്കാം? 2നെ 4 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 2 × 4 8. അടുത്ത് 3യെ 5 കൊണ്ട് ഗുണിക്കാം. 3 × 5 15, 8 15. ഇവയിൽ ഏതാണ് വലുത്? 15 > 8. അപ്പോൾ 3/4 ആണ് വലുത്. ഇതേ രീതിയിൽ 3/4ഉം 8/9ഉം കമ്പയർ ചെയ്യാം. അപ്പോൾ 4 × 8 32, 9 × 3 27. ഏതാണ് വലുത്? 32 > 27. അപ്പോൾ 8/9 ആണ് വലുത്. ഇനി 8/9ഉം 5/7ഉം നോക്കൂ. 8 × 7 56, 9 × 5 45. ഏതാണ് വലുത്? 56. അപ്പോൾ ഏതാണ് വലിയ സംഖ്യ? 8/9 > 5/7. അതായത് വലിയ ഭിന്നസംഖ്യ 8/9. ഉത്തരം 8/9. അടുത്ത ഒരു ചോദ്യം, 2/5, 7/10, 3/4, 2/1. ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? 2/1 നോക്കൂ. അംശം ഛേദത്തേക്കാൾ വലുതാണ്. അപ്പോൾ ഉത്തരം 2/1. 2/1 എന്നത് 2 തന്നെയാണ് എന്നതും ഓർക്കാം. അടുത്ത ചോദ്യം, ഇവയെ ആരോഹണ ക്രമത്തിൽ എഴുതുക. 1/3, 5/7, 2/9. നമുക്ക് രണ്ടെണ്ണം വീതം എടുത്ത് ഏതാണ് വലുത് ചെറുതെന്ന് നോക്കാം. 1/3, 5/7 എടുക്കാം. 1 × 7 7, 3 × 5 15, 7 < 15. അപ്പോൾ 1/3 5/7നേക്കാൾ ചെറുതാണ്. ഇനി 5/7 2/9 നോക്കാം. 5 × 9 45, 7 × 2 14, 14 < 45. അപ്പോൾ 2/9 5/7നേക്കാൾ ചെറുതാണ്. ഇനി നോക്കൂ, 2/9 5/7നേക്കാൾ ചെറുതാണ്. 1/3 5/7നേക്കാൾ ചെറുതാണ്. ഇനി അപ്പോൾ നമുക്ക് 2/9ഉം 1/3ഉം നോക്കാം. ഇവയിൽ ഏതാണ് ചെറുത് വലുത്? 1 × 9 9, 2 × 3 6. അപ്പോൾ 6 < 9. അതിപ്പോൾ 2/9 < 1/3. അപ്പോൾ 2/9 < 1/3 < 5/7. ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ 2/9, 1/3, 5/7. ഇതാണ് ഉത്തരം.